ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ സരു ആകെ വിഷമിച്ച് റൂമിലിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഷാരി വരുന്നുണ്ട്. ഷാരി വരുമ്പോഴേക്കും മോളെ എന്ന് പറഞ്ഞു വിളിക്കുക. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? അല്ല, അച്ഛൻ പോയെന്ന് പറയാണ്. ആ പോയിക്കോട്ടെ, അതിനെന്താ, നിങ്ങൾക്കും പോണെങ്കിൽ പോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല മോളെ, എനിക്കിവിടെ നിന്ന് ഇറങ്ങി പോകണ്ട ഒരു കുഴപ്പമില്ല മോളെ. പക്ഷെ നീയും നിന്റെ മോളും ഒറ്റക്കായി പോകുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി പോവാത്തത്. അതിന് ഞാനും എന്റെ മോളും ഒറ്റക്കായി പോകുന്നത് നിങ്ങളുടെ ആര് പറഞ്ഞു? എനിക്കും എന്റെ മോൾക്കും എന്റെ മനുവേട്ടനുണ്ട് മോളെ, പ്രതീക്ഷിക്കാം, പക്ഷെ ഒരുപാട് അങ്ങോട്ട് പ്രതീക്ഷിക്കരുത്, ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത്. നിങ്ങൾ കുറെ നാളായല്ലോ ഇങ്ങനെയൊക്കെ പറയണത്. നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്റെ മനുവേട്ടനെ കുറിച്ചാണ് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അതെ, മനുവേട്ടനെ കുറിച്ച് തന്നെ പറഞ്ഞത്. ആരെ കുറിച്ചാണെങ്കിലും ഒരുപാട് ആഗ്രഹിക്കരുത് മോളെ, ഒരുപാട് പ്രതീക്ഷയും കൊടുക്കരുത് എന്നൊക്കെ പറയാണ്. അത് കേട്ടുകൊണ്ട് മനോഹർ അങ്ങോട്ടേക്ക് നിൽക്കണം. ആഹാ കൊള്ളാലോ, ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ കൊളുത്തി കൊടുക്കുവാണല്ലോ എന്ന രീതിയിൽ മനോഹർ എല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാട്ടോ. ഷാരി പറയുന്നുണ്ട് സരിയോട്, മോളെ നോക്ക്, നിനക്കും നിന്റെ മോൾക്കും ജീവിക്കാൻ ആകെ നിന്റെ അക്കൗണ്ടിലെ പൈസയും അതുപോലെ സ്വർണ്ണാഭരണങ്ങളും മാത്രമേ ഉള്ളൂ. അതെല്ലാം നീ അവനെ കൊടുക്കരുത്. കൊടുത്താൽ എന്താ കുഴപ്പം? എന്റെ മനുവേട്ടൻ മാത്രമേ എന്റെ കൂടെ അവസാനം വരെ ഉണ്ടാവുള്ളൂ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന്? മോളെ കൊടുക്കണ്ട മോളെ, ഞാൻ പറഞ്ഞത് നീ ഒന്ന് മനസ്സിലാക്ക്. നീ ഇവിടുന്ന് ഇറങ്ങി പോവാ നോക്ക് എന്ന് പറയാണ്. മോളെ നോക്ക്, ഞാൻ നിന്റെ അമ്മയല്ലേ. ഹാരി, നിങ്ങളോ എന്റെ അമ്മയോ എന്നിങ്ങനെ പറയാട്ടോ. ശരി, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ഇവിടുന്ന് പോകുക എന്ന് പറഞ്ഞിട്ട് ഷാരി അടന്ന് പോകുകയാണ്. ഷാരി പോയി കഴിയുമ്പോഴേക്കും നിലത്ത് നിൽക്കുമ്പോഴേക്കും മനോഹർ വേഗം ഷാരിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ, നിങ്ങൾ മോൾക്ക് കൊളുത്തി കൊടുക്കാൻ പോയതാണല്ലേ? ഞാൻ ഇല്ലാത്ത സമയത്ത് മോളോട് സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോയതാണല്ലേ എന്നെ കുറിച്ചുള്ള? നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ ഒരു വട്ടിയാണ്, മുഴുവട്ടി. അവളെ ഒന്നുകൂടി പ്രാന്തി ആക്കരുത് നിങ്ങൾ, കേട്ടല്ലോ? അല്ലെങ്കിൽ തന്നെ നിങ്ങളെ മോൾക്ക് പ്രാന്താണ്, ഇനി പ്രാന്ത് ആക്കാൻ നിൽക്കരുത്. ഞാൻ എല്ലാ സമയത്തും നിങ്ങൾ എന്തിനാ എന്നെ കുറിച്ച് കുറ്റവും കുറവൊക്കെ നിങ്ങളുടെ മോളോട് പറയാൻ നിൽക്കണത്? എടാ നോക്കടാ, നീ പോയിക്കണേ, എന്റെ മോൾക്ക് ജീവിക്കണ്ടേ? അവൾക്ക് ആകെയുള്ള സ്വർണവും പണവും എടുത്തോണ്ട് നീ പോവല്ലേടാ? എനിക്ക് സംശയമുണ്ട് നീ അതെല്ലാം കൈക്കലാക്കിയിട്ടുണ്ടോന്ന്. ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ? നിങ്ങളുടെ ഭർത്താവെ 2 കോടി രൂപ തരാന്ന് പറഞ്ഞിട്ടാ ഞാനിവിടെ നിന്നത്. അതിനേക്കാൾ കൂടുതലാണ് ഞാൻ പ്രതീക്ഷിച്ചത്. 2 കോടി 2 കോടി കിട്ടിയത് കിട്ടിയ ഇവിടെ നിന്നപ്പോ അതും കിട്ടില്ലെന്നായി. പിന്നെ എനിക്ക് മുതലെടുക്കണ്ടേ? ആദ്യമായിട്ടാ ഇങ്ങനെ ഞാൻ പെട്ടുപോകുന്നൊരു സ്ഥലത്ത്. സാധാരണ വല്ല പെൺകുട്ടികളെ കല്യാണം കഴിച്ച അവര് വിശേഷം അറിയിക്കുമ്പോ ഞാൻ അവിടെ നിന്ന് മുങ്ങണതാ. ഇതിപ്പോ എത്ര വർഷമായി ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ മോളെ എന്നെ വലിഞ്ഞു മുറുക്കിയിരിക്കുക. എടാ, അത് സ്നേഹം കൊണ്ടാടാ, അതുപോലും മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കുന്നില്ലേ? എടോ, ഞാനൊരു നിങ്ങളൊരു കാര്യമായിട്ടെ, ഞാൻ കല്യാണം കഴിച്ച പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ അവരെ ഇട്ടേച്ച് പോകുമ്പോഴേ അവര് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ തന്നെയായിരിക്കും. കുറെ നാള് കരയും. അത് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ വേറെ ജീവിതത്തിലേക്ക് കടക്കും. ചിലപ്പോ എന്നെ ആലോചിച്ച് ആ ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. എടാ, നാണൂലടാ ഇങ്ങനെ പെമ്പിളരെ പറ്റിച്ചിട്ട് ഇങ്ങനെ ജീവിക്കാൻ. എത്ര നാളാടാ ഇങ്ങനെ? അതെ, നിങ്ങൾ കേട്ടല്ലോ, മര്യാദക്ക് നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ എങ്ങനെയോ കൊഴിഞ്ഞു പോകാൻ വേണ്ടിട്ടാ ഓരോരുത്തരെ ഞാൻ കല്യാണം കഴിക്കാൻ പോയത്. അത് സമയം എന്തായാലും സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാലോ. എടാ, ആദ്യമായിട്ട് ആ കല്യാണം എന്ന് പറഞ്ഞ കണ്ണെടുത്താ കണ്ണൂടാ. അവളോടൊക്കെ എന്നോട് എനിക്ക് എപ്പോഴും ദേഷ്യമാണ്. പക്ഷെ അവൾ ചെയ്ത ഒരു പ്രവൃത്തി എനിക്ക് സന്തോഷം തന്നിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ആ പ്രവൃത്തിയാടാ. നീ ഒരു ആണിനെ വിവാഹം കഴിക്കാൻ പോയില്ലേ? നിന്നെപ്പോഴുള്ളവർക്ക് ഇങ്ങനത്തെ പണി തന്നെയാടാ പെമ്പിള്ളേര് ശരിക്കും തരേണ്ടത്. ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ മോളുടെ ഞാൻ സത്യങ്ങളൊക്കെ പറയൂ, നിങ്ങൾ നോക്കിക്കോ. പറയടാ സത്യങ്ങളൊക്കെ. എന്താ നീ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. ആഹാ, നിങ്ങൾക്ക് അത്ര ധൈര്യമാണോ? എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ സത്യങ്ങളൊക്കെ നിങ്ങളുടെ മോളോട് പറയും എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടുന്ന് തിരിയാട്ടോ. ഷാരി മനസ്സിൽ വിചാരിക്കാണ്, നീ ഇനി എന്ത് പറയാ പോവാടാ, എല്ലാം എന്റെ മോൾ അറിഞ്ഞു എന്ന രീതിയിൽ ഷാരി അങ്ങനെ നിൽക്കാണ്. മനോഹർ ഇങ്ങനെ വിചാരിക്കാണ്, ഞാൻ സത്യങ്ങൾ പറയാൻ പോണെന്ന് പറഞ്ഞിട്ടും ഇവരെന്താ ഒരു കുലുക്കൂലാതെ ഇരിക്കണത്? ഇനി ഇവരെന്തിനും അറിഞ്ഞു കാണോ? ഇതിന് പ്രശ്നം ഉണ്ടാവോ? ഇവരെന്നെ പിടിച്ചു നിർത്തണമൊന്നും ഇല്ലല്ലോ. എന്തായാലും മോളുടെ അടുത്ത് വരെ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് മനോഹർ നേരെ റൂമിലേക്ക് പോവാട്ടോ. സരി ആണെങ്കിൽ ആകെ ദേഷ്യത്തില. മോളു എന്ന് പറഞ്ഞിട്ട് സരിവിനെ വിളിക്കുന്നുണ്ട്. സരി ഹും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ നിൽക്കുവാട്ടോ. എന്താ മോളു ഒരു പരിഭവം പോലെ? ഇവിടെ ഇതിന് പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ, മനുവേട്ട എനിക്കൊരു കാര്യം അറിയണം. എന്താ മോളു? മനുവേട്ടൻ എന്നെ പറ്റിക്കുവാണോ? എന്നെ പറ്റിക്കോ മനുവേട്ട? പറ മനുവേട്ട, എന്നെ മോൾ ഇട്ടേച്ച് പോവാ മനുവേട്ട എന്ന് പറഞ്ഞ മനുവിനെ കഴുത്തിനെ കയറി പിടിക്കാട്ടോ. സരിയു, നീ എന്തൊക്കെയാ കാണിക്കുന്നത്? പിടിവിട് സരിയു എന്ന് മനോഹർ പറയുമ്പോ, പറ സത്യം പറ, നിങ്ങൾ എന്നെ ചതിക്കുവാണോ? എല്ലാരും കൂടി എന്നെ ചതിക്കുവാണോ? സത്യം പറ മോളു. പിടിവിടാനാ പറഞ്ഞത്. നിനക്ക് എന്തേ സംഭവിച്ചത്? നോക്ക്, എനിക്ക് ഭ്രാന്ത് പിടിക്കാൻ മനുവേട്ടാ. നോക്ക്, നിനക്ക് ഭ്രാന്ത് പിടിക്കായിരിക്കും, പക്ഷെ നിനക്ക് ഭ്രാന്ത് പിടിച്ചാലും ഞാൻ നിന്നെ ഇട്ടേച്ച് പോവില്ല സരിയു. കാരണം എന്താണെന്നറിയാവോ? എനിക്ക് ഭ്രാന്ത് പോലത്തെ ഇഷ്ടമാ നിന്നോട്. അതുകൊണ്ട് നിന്റെ മോളെ ഇട്ടേച്ച് ഞാൻ പോവില്ല സരിയു. മനുവേട്ട പറയണ സത്യം തന്നെയാണോ മനുവേട്ട? എനിക്ക് വയ്യ മനുവേട്ട, എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. എന്താ മോളു, എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഉണ്ടായതോ? ആ കിരണും കല്യാണിയും ഇവിടെ വന്നിരുന്നു മനുവേട്ട. സത്യങ്ങളൊക്കെ എല്ലാവരുടെ മുമ്പിൽ അവർ വിളിച്ചു പറഞ്ഞു. സത്യങ്ങളോ? എന്ത് സത്യങ്ങൾ? ആ താഴത്തുള്ള സ്ത്രീ എന്റെ അമ്മയല്ലെന്നുള്ള സത്യങ്ങൾ എല്ലായിടത്തും വിളിച്ചു പറഞ്ഞു. ആ സത്യം എനിക്കും മനുവേട്ടന് മാത്രം അറിയാന്നല്ലേ വിചാരിച്ചത്? ഇപ്പൊ എല്ലാവർക്കും
സത്യം ഇപ്പൊ എല്ലാവർക്കും അറിയാം മനുവേട്ട എന്ന് പറയാണ്. അത് കേൾക്കണ മനു മനസ്സിൽ വിചാരിക്കണം, ഓഹോ അപ്പൊ ഇതുകൊണ്ടാണ് അവര് ഞാൻ പറഞ്ഞിട്ട് ഒരു കുലുക്കില്ലാതെ നിലത്ത് നിന്നത് എന്ന് മനു വിചാരിക്കണം. എന്താ മനുവേട്ട, മനുവേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഏയ് ഒന്നുമില്ല സാരിയോ, നീ അവര് അങ്ങനെ പറയാൻ കാരണം എന്താണ്? നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ആ ഉണ്ടാക്കി. ഞാനേ ആരുള്ള സമയത്ത് അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു. എന്നിട്ട് അപ്പൊ അവളുടെ അമ്മ ഉണ്ടല്ലോ, കല്യാണിന്റെ അമ്മ, അവളും പിന്നെ സംസാരിക്കാത്ത സ്ത്രീ പുറകുവശത്തായിരുന്നു. ഞാൻ മുൻവശത്തോട് കയറിപ്പോയി. എന്നിട്ട് നീ എന്തു ചെയ്തു? കിരണിന്റെ കരണ്ട് കുഞ്ഞുണ്ടല്ലോ, അവളെ ഞാൻ കൊല്ലാൻ നോക്കിയെന്ന് പറയണ. സരിയോ നീ എന്തൊക്കെയാ ചെയ്തത്? അതെ എനിക്ക് ഭ്രാന്ത് പിടിച്ചു. അവരുടെ സന്തോഷം തല്ലി കിടത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ കൃത്യസമയത്ത് ആ കല്യാണം എന്ന് പറഞ്ഞവള് വന്നു മനുവേട്ട. എന്നിട്ട് എന്റെ കഴുത്തിനെ കയറി പിടിച്ച് എന്നെ ഒരുപാട് അടിച്ചു, തല്ലി. ആ ദേഷ്യത്തിലാ ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആളെ ഇവിടെ പടിയിറക്കി പിണ്ടം വെച്ചു മനുവേട്ട. മോളു എന്ന് പറയുമ്പോ അതെ ഞാൻ ചെയ്തതൊക്കെ സത്യം തന്നെയാ മനുവേട്ട. എനിക്കൊരു കാര്യം മാത്രമേ മനുവേട്ടനോട് പറയാനുള്ളൂ. എന്നെ കളഞ്ഞു പോവല്ലേ മനുവേട്ട, എന്നെ ഉപേക്ഷിച്ച് പോവല്ലേ മനുവേട്ട, എനിക്ക് വേറെ ആരുമില്ല മനുവേട്ട എന്ന് പറയാണ്. സരു ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് പോവില്ല സരു, ഞാൻ നിന്റെ കൂടെ എന്നും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് സരുവിനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ സമാധാനിപ്പിക്കാട്ടോ മനോഹർ. ആ സമയത്ത് മനോഹറിന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഈശ്വര ഈ മുഴു പ്രാന്തിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടണമല്ലോ എന്നാണ് മനു വിചാരിക്കുന്നത് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനു അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. മനു പോയി കഴിയുമ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. കിരണി ഇങ്ങനെ ജനലെ കൂടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുവാട്ടോ. അപ്പൊ കല്യാണി ചോദിക്കേണ്ടത് എന്താ കിരണേട്ടനെ നോക്കണത്? അതെ ആ സരി ഇടക്കിടക്ക് ജനലെ കൂടി ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അവൾ എന്തോ ലക്ഷ്യം ഇട്ടിട്ടുണ്ട് കല്യാണി, നിന്നെയും കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള എന്തോ ലക്ഷ്യം. കിരണേട്ട എന്നെയും കുഞ്ഞിനെ മാത്രമല്ല നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഇല്ലാതാക്കാൻ വേണ്ട അവള് നോക്കണത്. അതെ എനിക്ക് സത്യം പറഞ്ഞ ആ വിക്രമിനെ ഗംഗാപ്രസാദിനെ പോലും ഇത്ര പേടിയില്ല. അവന്മാരെ ഇതിന് ചെയ്ത എത്രത്തോളം ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇവൾ അങ്ങനെയല്ല, ഇവളെ പേടിക്കേണ്ടവളാ. ഇവളും കല്യാണി നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞവനെ നമ്മൾ എന്തായാലും പേടിക്കണം. ഇവരെല്ലാം നഷ്ടപ്പെട്ടിരിക്കുക. അവരും ആത്മഹത്യ ചെയ്താൽ അവർക്ക് കുഴപ്പമില്ല. അവരിഷ്ടപ്പെടാത്തവരെ കൊന്നിട്ടേ അവർ ആത്മഹത്യ ചെയ്യുള്ളൂ. അവര് ജീവിതം മടുത്തിരിക്കുന്നവരാ. അതുകൊണ്ട് കല്യാണി കല്ലുമോനെ ശരിക്കും ശ്രദ്ധിക്കണം. അത് ഞാൻ അമ്മയടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശാന്ത ചേച്ചിടത്തോ അമ്മയടുത്തോ താരാനടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അഥവാ ഇനി അവൾ എന്റെ മോനെ ഇല്ലാതാക്കാൻ വേണ്ടി വന്ന കിരണേട്ടാ ഞാൻ ആ കാര്യം അങ്ങോട്ട് ചെയ്യും. എന്താ കല്യാണി, ഞാൻ അവളെ കൊല്ലൂന്ന്. ഇതുവരെ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷെ ഇനി എന്റെ കുഞ്ഞിനെയോ ഞാൻ സ്നേഹിക്കുന്നവളെയോ അവളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സത്യമായി കിരണേട്ടാ ഞാൻ അവളെ ഇല്ലാതാക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോകട്ടോ. കല്യാണിന്റെ ഭാവമാറ്റം കാണുമ്പോൾ കിരണിനും ചെറിയ ടെൻഷനൊക്കെ ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന സരയൂനെയാണ്. സരിയു ബാങ്കിലേക്ക് വിളിച്ചു ചോദിക്കാട്ടോ മാനേജറിന്റെ. ഹലോ ഹലോ എന്താ മേഡം? ഞാനാ സരിയു. മനസ്സിലായി മേഡം. അല്ല എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസയൊക്കെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തായിരുന്നു. എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ല. അത് ചെയ്തല്ലോ മേഡം. മേഡം അല്ലേ പറഞ്ഞ ചെയ്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന്. ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാ പൈസയും മനുവേട്ടന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തല്ലേ? അതെ മേഡം. മേഡത്തിന്റെ അക്കൗണ്ടിലെ എല്ലാ പൈസയും മനോഹർ എന്ന് പറഞ്ഞ മേഡത്തിന്റെ ഭർത്താവിന്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ മനുവേട്ടന്റെ അക്കൗണ്ടിൽ ഇപ്പൊ എത്രയാ ബാലൻസ് ഉള്ളത്? അയ്യോ മനോഹറിന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഒന്നും ഇല്ല മേഡം. ബാലൻസ് ഇല്ലെന്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയണത്? അതേ മേഡം, നിങ്ങളുടെ ഭർത്താവ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് മാത്രം കീപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം എടുത്തു മേഡം എന്ന് പറയാണ്. അത് കേൾക്കുന്നത് സരിയു ആകെ ഷോക്ക് പോലെ ആവാട്ടോ. സരിയു അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ സരിയു സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ്. പ്രകാശിന് ഒരു അമ്പലമുറ്റത്ത് ഇരിക്കുകയാട്ടോ ഭിക്ഷ എടുക്കാൻ വേണ്ടിട്ട്. കൂടെ 2-3 പേര് കൂടി ഭിക്ഷ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവരോട് പ്രകാശം പറയുന്നുണ്ട്, ഇത് എനിക്കൊരു അപകടം പറ്റിയതാ കാലിന് ഒട്ടും വയ്യ. എനിക്ക് 3 പെമ്മക്കളാ. 2 പേരുടെ കല്യാണം കഴിഞ്ഞു. നല്ല നിലയിലാണ് താമസിക്കുന്നത്. ഒരാളുടെ കൂടെ കല്യാണം കഴിയാനുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഞങ്ങൾക്കൊന്നും ആരുമില്ല, അതാ ഞങ്ങൾ ഇവിടെ വന്നിരിക്കണത് എന്ന് പറയുമ്പോ പ്രകാശം പറയണ്ട. അതെ പെമ്മക്കളെ വിവാഹം കഴിച്ചു വിട്ടില്ലേ, അവരുടെ വീട്ടിൽ പോയി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ എന്റെ പെമ്മക്കള് അറിഞ്ഞാലുണ്ടല്ലോ എന്നെ കൂട്ടിക്കൊണ്ടു പോകും. അത്ര ഇഷ്ടം എന്നോട് എന്നൊക്കെ പ്രകാശൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ലക്ഷ്മിയും അതുപോലെ തന്നെ കാർത്തിക കൂടി തൊഴാൻ വേണ്ടി വരുവാട്ടോ. കാർത്തിക പ്രകാശിനെ കാണുന്നുണ്ട്. അമ്മേ അത് ആരാണ് നോക്കിയേ എന്ന് പറയാണ്. പെട്ടെന്ന് ലക്ഷ്മി, ഇത് പ്രകാശനല്ലേ അമ്മേ? ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് അമ്പലത്തിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ നല്ല കാഴ്ചയാണല്ലോ നമ്മൾ കാണുന്നത്. നീ വാ മോളെ എന്ന് പറഞ്ഞ് വിളിക്കാണ്. ശേഷം ലക്ഷ്മി അതുപോലെ തന്നെ കാർത്തിക കൂടി പ്രകാശിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയണ്ട്, എടാ അവസാനം നീ ഈ അവസ്ഥയിൽ തന്നെ ആയല്ലേ, നാണുലലോടെ നിനക്ക്. നിന്റെ രാജകുമാരനെ പോലത്തെ മോൻ എവിടെ പോയടാ? തേനും പാലും കൊടുത്ത് വളർത്തിയതല്ലേ, അവൻ എവിടെ പോയടാ? പെമ്മക്കളാണെന്നുണ്ടെങ്കിലോ നീ അംഗീകരിക്കാത്ത പെമ്മക്കളും, അവരൊക്കെ രാജകുമാരിമാരെ പോലെ ഇപ്പൊ ജീവിക്കണത്. രാജകുമാരൻ ജയിലിലോ, നീ ഇപ്പൊ അമ്പലമുറ്റത്തും. നാണൂലല്ലോ നിനക്ക്. നീ ഈ അവസ്ഥയിൽ തന്നെ ആവണോടാ. പക്ഷെ ഇതിനേക്കാളും ക്രൂരമായിട്ടുള്ള അവസ്ഥയിലാണ് നീ കഴിഞ്ഞു പോകേണ്ടത് എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറയുന്ന ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.